Hi, hello dear friends, welcome back. This is Lakshmi Krishna, you are watching നാടൻ അടുക്കള. നാടൻ അടുക്കളയിൽ ആസ് യൂഷ്വൽ എപ്പോഴും പോലെ തന്നെ നമ്മൾ നല്ലൊരു നാടൻ വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് നോൺ വെജ് വിഭവമാണ്. നമുക്കിഷ്ടമുള്ള എന്തിൻ്റെ കൂടെയും കൂട്ടി കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷ്. അപ്പോൾ ഇത് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് പ്രോൺസ് വെച്ചിട്ടാണ്, പ്രോൺസ് മസാല. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഒരു 1/4 മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ സ്വാദിഷ്ടമായ ഈ വിഭവം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് മനസ്സിലാക്കണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനും കണ്ടോളൂ. അപ്പോൾ നമ്മുടെ ഈ പ്രോൺസ് മസാല തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു പാൻ അടുപ്പത്ത് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കുന്നു. ഇതിപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്ത് വിട്ടിരിക്കുന്നത്. വെളിച്ചെണ്ണയും പ്രോൺസും ഒരു നല്ല കോമ്പിനേഷനാണ്. വെളിച്ചെണ്ണയുടെ ഫ്ലേവർ ഇഷ്ടമില്ലെങ്കിൽ ഏതെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഈ ചൂടായ എണ്ണയിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട, അതോടൊപ്പം തന്നെ ഒരു 2 ഏലക്കായ, ഒരു 3 ഗ്രാമ്പൂ, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. എണ്ണയിലേക്ക് ഈ സ്പൈസസ് ചേർക്കുമ്പോൾ ഒരു നല്ല മണമായ എണ്ണയിലുണ്ടാവുമല്ലോ, അത് നമ്മുടെ പ്രോൺസ് കറിക്ക് നല്ലൊരു ഫ്ലേവർ കൊടുക്കും. അതിന് വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ നമ്മളൊരു താളിപ്പ് തയ്യാറാക്കുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ചേർക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 5-6 കഷ്ണം വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുത്തതാണ്. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ആദ്യം നമ്മൾ എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും എണ്ണയിൽ മൂപ്പിച്ചെടുക്കുമ്പോൾ ഈ എണ്ണയിൽ നല്ലൊരു മണം ഉണ്ടാവും. നമ്മൾ ഉണ്ടാക്കുന്ന കറിയിലേക്ക് ആ മണം പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതേ നോക്കി ഇതുപോലെ ബ്രൗൺ കളർ ആയതിനു ശേഷം ഇതിപ്പോൾ ഞാനൊരു 1/4 കിലോ പ്രോൺസിലേക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് തിരുമ്മി വെച്ചതാണ്. നമുക്കതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ പ്രോൺസിനെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷമാണ് ബാക്കി ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റിലേക്ക് നമ്മൾ ഈ പ്രോൺസും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട്, നല്ലൊരു ഫ്ലേവറും കിട്ടും കേട്ടോ നമ്മുടെ കറിയിൽ നിന്ന്. ഈ രീതിയിൽ നമ്മൾ തയ്യാറാക്കുമ്പോൾ സാധാരണ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ വഴറ്റിയതിന് ശേഷം നമ്മൾ പ്രോൺസ് ചേർത്ത് കുക്ക് ചെയ്യുന്നതിനെക്കാട്ടിലും ആദ്യമേ തന്നെ പ്രോൺസിനെ ഈ രീതിയിലൊന്ന് കുക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ബാക്കി ചേരുവകൾ ചേർക്കുകയാണെങ്കിൽ നമ്മുടെ കറിയിൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ 2 മീഡിയം സൈസിലുള്ള സവാള എടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഒരു 2 മീഡിയം സൈസിലുള്ള ടൊമാറ്റോയും ആവശ്യമാണ്. അപ്പോൾ ഈ പ്രോൺസ് കുക്കായി വരുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഈ ഉള്ളിയും തക്കാളിയും ഒക്കെ നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. ആ സമയം കൊണ്ട് നമ്മുടെ പ്രോൺസും ഒന്ന് കുക്കായി വരും. ഇത് നോക്കി ഇപ്പോൾ പ്രോൺസൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 75% കുക്കാക്കി എടുത്താൽ മതിയാവും. കാരണം ബാക്കി പ്രോസസ്സ് ഇനി കുറേ അല്പസമയങ്ങൾ നമ്മൾ കുക്ക് ചെയ്യണമല്ലോ. പ്രോൺസൊക്കെ ഒരുപാട് നേരം കുക്ക് ചെയ്താൽ അത് റബ്ബറിഷ് ആയി പോകും. അതുകൊണ്ട് ലൈറ്റായിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയാവും. ഈ സ്റ്റേജിൽ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടെ ഇതിൻ്റെ കൂടൊപ്പം ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ നേരത്തെ എടുത്ത ഉള്ളി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. ചെറുതായിട്ടൊന്ന് വാട്ടി കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ടൊമാറ്റോ കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ടൊമാറ്റോയും ഇതുപോലെ ചെറിയ പീസസായി കട്ട് ചെയ്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കാം ആദ്യമേ തന്നെ നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റിയിട്ടല്ലേ പ്രോൺസ് ചേർത്ത് കൊടുക്കേണ്ടത്, ഈ രീതിയിൽ തയ്യാറാക്കിയാൽ കറി നന്നാവും എന്നൊക്കെ സംശയം ഉണ്ടാവുമായിരിക്കും. ഒട്ടും സംശയിക്കേണ്ട, ഈ കറി നല്ല സ്വാദിഷ്ടമായി തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും. ഈ രീതിയിൽ നമ്മൾ തയ്യാറാക്കിയെടുക്കുമ്പോൾ കറിക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. കാരണം ഓൾറെഡി ഓയിലിൽ കുക്ക് ചെയ്ത് കഴിഞ്ഞ് പ്രോൺസിനോടൊപ്പമാണ് നമ്മൾ മസാല ചേർക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മസാലയിൽ ഭയങ്കര ഒരു ഫ്ലേവർ ഉണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ പ്രോൺസ് കുക്ക് ചെയ്യുമ്പോൾ ഒരല്പം ഉപ്പ് ചേർത്തിരുന്നു. ഇതിപ്പോൾ നമ്മുടെ മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇപ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. ഈ വെളിച്ചെണ്ണയിൽ പ്രോൺസ് മൂത്തതും ഇഞ്ചി വെളുത്തുള്ളിൻ്റെ ആ ഒരു മൂത്ത മണമൊക്കെ കൂടിയിട്ട് നല്ലൊരു ഫ്ലേവർഫുള്ളായിട്ടുള്ള നല്ല കറിയാണിത്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്കൊരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നു.
മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം ഒന്ന് മാറാനായിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള എരിവിനായിട്ട് നമുക്കൊരല്പം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3/4 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിതിൽ 1 ടീസ്പൂൺ മുളക് പൊടിയുടെ ആവശ്യമുണ്ട്. അതിലൊരു 1/4 ടീസ്പൂൺ ആദ്യം പ്രോൺസ് മാരിനേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്തിരുന്നു, ബാക്കി ഇപ്പോൾ ചേർത്ത് കൊടുക്കും. അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. 1 മിനിറ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്താൽ മതിയാവും. അപ്പം നമ്മുടെ പ്രോൺസ് മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ചേരുവകളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിലോട്ടാക്കിയിട്ട് ഇതൊന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് തുറന്ന് 1-2 തവണ ഇളക്കി കൊടുത്തോളൂ. അപ്പം ഞാനങ്ങനെ ഇടയ്ക്ക് തുറന്ന് 1-2 തവണ ഇളക്കി കൊടുത്തിരുന്നു. ഇനിയിപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. നോക്കി നമ്മുടെ ടേസ്റ്റി പ്രോൺസ് മസാല ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ചേർത്ത ഉള്ളിയും തക്കാളിയും ഒക്കെ നന്നായിട്ട് വഴണ്ട് ചേർന്നിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ, നന്നായിട്ട് മസാലയിൽ പൊതിഞ്ഞിരിക്കുന്ന നല്ലൊരു പ്രോൺസ് കറിയാണിത്. നമുക്കിഷ്ടമുള്ള എന്തിൻ്റെ കൂടെയും നമുക്ക് സൈഡ് ഡിഷായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ ചേർത്തത് വല്യുള്ളിയാണ്. അതിന് പകരം ചെറിയുള്ളി 1 കപ്പ് അരിഞ്ഞ് ചേർത്താലും മതിയാവും. അപ്പം വേറൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇതിപ്പോൾ ഒരല്പം മധുരവും ഇച്ചിരി എരിയും ഒക്കെയുള്ള നല്ലൊരു കറിയാണ്. ഇനിയിപ്പോൾ നമ്മുടെ മസാലയ്ക്ക് ഒന്നും കൂടെ ഒന്ന് ഫ്ലേവർ കൊടുക്കാനായിട്ട് ഒരല്പം ഗരം മസാലപ്പൊടി നമുക്ക് അവസാനം ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഈ ഗരം മസാലപ്പൊടി കറീൻ്റെ എല്ലാ ഭാഗങ്ങളിലും എത്തുന്നത് പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി പ്രോൺസ് മസാല ഇത് തയ്യാറായിട്ടുണ്ട്. വിത്തിൻ മിനിറ്റ്സിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു മസാലയാണിത്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഫ്ലേവർ ഒന്നുകൂടെ ഒന്ന് എൻഹാൻസ് ചെയ്യാനായിട്ട് അവസാനമായിട്ട് ഒരു ചെറിയ പച്ചമുളക് ഇതുപോലെ നമുക്ക് കീറി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ എരിയൊന്നും ഇതിലേക്ക് ഇറങ്ങില്ല കേട്ടോ. ആ പച്ചമുളകിൻ്റെ നല്ലൊരു പഞ്ചിങ് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവസാനമായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഈ കറീൻ്റെ ചൂട് കൊണ്ട് അതിൻ്റെ മണം ഇതിലേക്ക് ഇറങ്ങിക്കോളും. അതോടൊപ്പം തന്നെ നല്ല ഫ്രഷ് കറിവേപ്പിലയും കൂടെ കുറച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ ലാസ്റ്റ് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന പച്ചമുളകും കറിവേപ്പിലയും നമ്മുടെ ഈ കറിന് ഒന്നും കൂടെ ഒന്ന് ഫ്ലേവർഫുൾ ആക്കും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ ടേസ്റ്റി പ്രോൺസ് മസാല ഈസ് റെഡി. എത്ര പെട്ടെന്നാണ് നമ്മൾ തയ്യാറാക്കിയെടുത്തതല്ലേ. ഭയങ്കര ടേസ്റ്റുള്ള നല്ല മണമുള്ള നമ്മുടെ പ്രോൺസ് മസാല ഇതേ തയ്യാറായിട്ടുണ്ട്. ഇതേ രീതിയിൽ നിങ്ങളും തയ്യാറാക്കി നോക്കട്ടോ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. നമുക്കിനി ഇതൊരു വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. ധാരാളം മസാലയോട് കൂടിയ നല്ല സ്പൈസി ആയിട്ടുള്ള നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. ഇതേ രീതിയിൽ തന്നെ തയ്യാറാക്കി നോക്കൂ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഈ രീതിയിൽ തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ എപ്പോഴും പറയുന്ന പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് LK's നാടൻ അടുക്കള. വീണ്ടും ഇതുപോലുള്ള നല്ല വിഭവങ്ങളായിട്ട് വരുന്നത് വരെ താങ്ക് യു.